ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി അത് കണ്ടിട്ട് വരാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയാണ് ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെമ്മീൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലിടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒന്നര സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയൊരു സൈസ് ഇഞ്ചി, പിന്നെ ഒരു മുക്കാൽ സൈസുള്ളൊരു വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, പിന്നെ 5 പച്ചമുളക് പകുതിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, പിന്നെ ഒരു ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ മുക്കാൽ ഭാഗത്തോളം ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ബർണർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഗ്യാസ് അടുപ്പ് ഓണാക്കി ജസ്റ്റ് ജലാംശമൊക്കെ ഒന്ന് വറ്റി പോട്ട ചൂടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഈ ഹോട്ടായിട്ടുള്ള പാനിലേക്ക്. നമ്മുടെ പാൻ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് കടുക് പൊട്ടിക്കാനും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പാത്രം പ്രീ ഹീറ്റ് ആയ കാരണം. അപ്പോൾ ജസ്റ്റ് തീ ഒന്ന് ചെറുതായിട്ട് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കടുക് ഇടാം, അല്ലെങ്കിൽ പെട്ടെന്ന് കടുക് കടുക് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും, കരിയും ചെയ്യും. അപ്പോൾ ഈ അളവിന് ഞാൻ കടുക് എടുക്കുന്നുണ്ട്. ഇത്ര വേണ്ടി വരില്ല, എന്നാലും കുറച്ച് ഞാൻ തിരിച്ചിട്ടു. ഇപ്പോൾ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. കടുക് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൊട്ടി തുടങ്ങും. അപ്പോൾ കടുക് നന്നായി പൊട്ടി. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മീൻ കറിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഉലുവ ഇടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവ ഞാൻ എൻ്റെ ഈ കയ്യിൽ കാണുന്ന അത്ര ഉലുവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതീ മതി, അല്ലെങ്കിൽ ഉലുവയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതീയിലിട്ടിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് കടുക് പൊട്ടിച്ചെടുത്ത് അതിന് ശേഷം ഉലുവ ഇട്ടു. ഉലുവ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ശ്രദ്ധിച്ചിട്ട് ഇട്ടോണം, അല്ലെങ്കിൽ ഇഞ്ചിയിൽ വെള്ളാംശമുള്ളത്. അപ്പം മയത്തേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണയും വെള്ളം കൂടിയിട്ട് ചൂടായി ഇരിക്കുന്ന കാരണം തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇടണം. രണ്ടും ഒരുമിച്ചിട്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇഞ്ചിക്ക് ഇത്തിരി കടുപ്പം മൂക്കാൻ വേണ്ടി കടുപ്പുള്ള കാരണം ഇഞ്ചി ഫസ്റ്റ് ഇടുന്നത് മാത്രം. അപ്പോൾ ഈ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി സബോളയും അരിഞ്ഞ വെച്ച പച്ചമുളക് ഞാൻ ഇടാൻ പോകട്ടോ. ഒന്നര സബോളയാണ്, 1.5 സബോള പച്ചമുളക് ഞാൻ ഒഴിച്ച് വരണം. അല്ല, വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം ഈ പൊട്ടിപ്പൊരി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിത് ഇതൊന്ന് കുറച്ച് വെക്കണം. ഇത് കുറച്ച് വെച്ചു. ഈ സബോളയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഈ സബോള വരണ്ട് വരും. വരണ്ടല്ല, വരട്ടി വരും. ഈ സ്പൂണിന് 1.5 ഇട്ടാ 1.5 ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്. ഓരോരുത്തരും ഇഷ്ടം പോലെ തുടക്കത്തിൽ കുറച്ച് ഇട്ടാൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇടണമെന്നാണ് നന്നായിരിക്കുക. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പിട്ട കാരണം നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി മാത്രം ഞാൻ ചേർക്കുന്നു കേട്ടോ. അധികം എരിവ വേണ്ടെന്ന് വെച്ചിട്ടാണ് സംഭവം. ഞാൻ ഉണ്ടാക്കുന്നത് മുളകിട്ട ചെമ്മീൻ കറി പോലെയാണ്, പക്ഷെ അധികം ഞാൻ മുളക് ചേർക്കണില്ല. ഓക്കെ, സാധാ ടേബിൾ സ്പൂൺ 1.5 സ്പൂൺ ഇട്ടു. പക്ഷേ ഇത് ഈ സ്പൂൺ ചെറുതായ കാരണം 3 തവി എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ഫ്രഷ്നെസ് മണം പോകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഹോട്ട് പാനിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
പെട്ടെന്ന് തന്നെ മാറുപൊടി ആയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉള്ള മണം മാറിക്കിട്ടും. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഈ തക്കാളി ഇടുക. അതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഗ്രേവി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പാത്രത്തിൻ്റെ ഒരു സൈസ് അനുസരിച്ച് ഏകദേശം ഉദ്ദേശത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ ഗ്രേവിയുടെ ഒരു തിക്നെസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അതിന് വേണ്ടി തീ ഒന്ന് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണം. ഫുൾ ഫ്ലെയിമിൽ ഇടണം. ഒപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഒരു 4 ഇതള് കുടംപുളിയുടെ പീസുണ്ട്. ഉണക്കിയ ഉണക്കിയ കുടംപുളി ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയുടെ പീസും ഈ ഉണ്ടാക്കുന്ന ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഗ്രേവി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ, ആ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വെട്ടിത്തിളയ്ക്കണ ഈ അവസ്ഥയിൽ ഒരു 3 മിനിറ്റ് ഈ മീനൊന്ന് നന്നായിട്ട് വേവാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്കത് സിമ്മിലിട്ടിട്ട്, അതായത് ചെറുതീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ചെറിയ ഉള്ളി താളിക്കണവർക്ക് ചെറിയ ഉള്ളി താളിക്കാം. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അത് കൂടി ചെയ്യാം ഒരു ഫിനിഷിങ് ടച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരു 3 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കാൻ ഇങ്ങനെ വിടണം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കുറച്ച് വയ്ക്കും, സിമ്മിലേക്ക് വയ്ക്കും. ഒരു 15 മിനിറ്റ് അതേപോലെ സിമ്മിൽ ഞാൻ വിടും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച ചെമ്മീൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള മണവും കാര്യങ്ങളും ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഷട്ട് ഡൗൺ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കണമൊന്നുമില്ല. ഇത് മുളകിട്ട് വെച്ച കാരണം